നമ്മുടെ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയാനാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതായത് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞ കാര്യത്തിനെ ന്യായീകരിച്ചുകൊണ്ട് നാസർ ഫൈസി കൂടത്തായി വന്നിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം ശൈശവ വിവാഹവും ബഹുഭാര്യാത്വവും തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ചിന്തിക്കുന്നു, ഈ കാലഘട്ടങ്ങളിൽ ഒരിക്കലും അംഗീകരിക്കാനും ന്യായീകരിക്കാനും പറ്റാത്ത തരത്തിലുള്ള ഇത്തരം ബന്ധങ്ങൾ വീണ്ടും കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പണ്ഡിത വേഷം കെട്ടിയിരിക്കുന്ന ചില മഹാന്മാരുടെ നാടകീയ രംഗങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ബഹുഭാര്യത്വത്തെക്കുറിച്ച് അവർ പറയുന്നുള്ളൂ, ബഹുഭർത്തൃത്വത്തെക്കുറിച്ച് പറയുന്നില്ല. അതുപോലെ എത്ര കുട്ടികൾ വേണമെങ്കിൽ ആവാം, സ്ത്രീ കൃഷിയിടമാണെന്ന് പറയുന്നു. ഇതൊക്കെ സ്ത്രീകളെ എത്ര കണ്ട് മോശമായി ചിത്രീകരിക്കുന്ന വാക്കുകളാണ്. നബി 6 വയസ്സുള്ളപ്പോഴാണ് ആയിഷയെ വിവാഹം കഴിക്കുന്നത്. വിവാഹമെന്ന് പറയാൻ പറ്റില്ല, കരാറാണ്, ലൈംഗിക കരാറിൽ ഏർപ്പെടുന്നത്. അവർ പറയുന്നത് അത് ന്യായീകരിച്ചുകൊണ്ടാണ് 6 വയസ്സിൽ 53 വയസ്സുള്ള ആളല്ല കല്യാണം കഴിക്കേണ്ടത്. എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ അമ്മ 11ാം വയസ്സിൽ വിവാഹം കഴിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് 53 വയസ്സല്ല. നാസർ ഫൈസി കൂടത്തായിയും ബഹാവുദ്ദീൻ നദ്വിയും പറയുന്ന മുഹമ്മദ് നബിയുടെ വിവാഹം പോലെ, അതായത് 53 വയസ്സുള്ള മുഹമ്മദ് നബി വെറും 6 വയസ്സ് മാത്രമുള്ളൊരു കുട്ടിയെ വിവാഹം കഴിക്കുന്ന ആ രീതിയായിരുന്നില്ല EMSൻ്റേത്. നമ്മളെപ്പോഴും കാലത്തിനനുസരിച്ച് മാറാനും അതുപോലെ പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകണം. നമ്മൾ പിന്നോട്ടടിക്കുന്ന ആ സമ്പ്രദായം തികച്ചും തെറ്റാണ്. ഇന്ന് ഇടതുപക്ഷത്തിലെ ആരും തന്നെ ബഹാവുദ്ദീൻ നദ്വിയെയോ അല്ലെങ്കിൽ നാസർ ഫൈസി കൂടത്തായിയെയോ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതായി ഞാൻ കണ്ടില്ല. അത് അങ്ങേറ്റം ഖേദകരമാണ്. കാരണം ഇവിടെ കേന്ദ്രമന്ത്രിമാർക്കും MLA-മാർക്കും MP-മാർക്കും മന്ത്രിമാർക്കും എല്ലാം വൈഫ് ഇൻ ചാർജ് ഉണ്ടെന്നാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ പരാമർശം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള MLA-മാരെയും MP-മാരെയും മന്ത്രിമാരെയും ഈ നാസർ ഫൈസി കൂടത്തായിക്കും ബഹാവുദ്ദീൻ നദ്വിക്കും കാണിച്ചു തരാൻ സാധിക്കുമോ? ഇതിനൊക്കെ പുറമെ മദ്രസകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലിംഗവ്യത്യാസമില്ലാത്ത ലൈംഗിക ചൂഷണങ്ങൾ, കൊച്ചുകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ആ പ്രവണതയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത ഇതുപോലെയുള്ള കപട വേഷധാരികളായ മൊല്ലാക്കമാർ, ഉസ്താദുമാർ പ്രായപൂർത്തിയായവരുടെ ലൈംഗികമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് ലജ്ജാകരമാണ്. മദ്രസയിലെ പീഡനം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഇത്തരം പ്രവണതകൾ തെറ്റാണെന്നും അതിനെതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കാത്തത്? എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അടുത്ത് കഴിഞ്ഞ നബിദിനത്തിന് തന്നെ നബിദിനാഘോഷത്തിന് വന്ന ഒരു കുട്ടിയെ ഒരു
ഉസ്താദ് ഇതുപോലെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വാർത്തയുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ കേൾക്കുന്നതാണ്. ഇവരെന്നെയാണ് എല്ലാ സദാചാരത്തിൻ്റെ തൊട്ടപ്പന്മാരായിട്ടിരിക്കുന്നത്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചാൽ സ്വയംഭോഗം ചെയ്യാനും മറ്റും ഇടവരുമെന്നും സുംബ ഡാൻസ് കളിപ്പിക്കുന്നത് തെറ്റാണെന്നും അതുപോലെ തന്നെ ഷാജി പറഞ്ഞൊരു പരാമർശമുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നാൽ കുട്ടികൾക്ക് ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നും. ഇവരൊക്കെ ഏത് ലോകത്തു നിന്ന് വന്നവരാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. PK ഫിറോസിൻ്റെ വളരെ മോശമായ പരാമർശങ്ങളും പലതും കേട്ട് കഴിഞ്ഞു. ഇവരുടെ തലയിൽ വെളിച്ചം വരാത്തത് മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ്. ഇവർക്ക് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കുറവ് നല്ലവണ്ണം ഉള്ളതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും അവർ സാക്ഷരതാ ക്ലാസ്സുകളിൽ പോവുകയും ഒരു അറിവ് സമ്പാദിക്കുകയും ചെയ്യണം. മിനിമം മലയാളത്തിലെങ്കിലും പൊതുവിജ്ഞാനം അറിവ് സമ്പാദിക്കാൻ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ തയ്യാറാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഈ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിന് പിന്നോട്ടടിക്കുന്ന ഇത്തരം പ്രസ്താവനകളുമായി വരുന്ന മതപണ്ഡിത വേഷം കെട്ടിയിട്ടുള്ള ഈ ക്രൂരന്മാർ ഒരിക്കലും ആധുനിക സമൂഹത്തിന് യോജിച്ചവരല്ല. ഞാൻ പറയുന്നത് ഒരു വിഭാഗത്തെ മാത്രമായിട്ട് കണക്കാക്കേണ്ടതില്ല. അതിപ്പോൾ പാദ്രിമാരായാലും സന്യാസിമാരായാലും ആരായാലും ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ ഞാൻ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഞാൻ നിങ്ങളോടെല്ലാവരോടും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി പറയുന്നു, നിർത്തുന്നു.